എല്ലാത്തിനും പിന്നിൽ ജനം ടിവിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പറയുന്നത് വെറുതെയല്ല. കൃത്യമായ തെളിവുകൾ സഹിതമാണ് മാങ്കൂട്ടത്തിൽ ഇക്കാര്യം കോടതിയെ ബോധിപ്പിക്കുന്നത്. ഇതോടെ പെട്ടിരിക്കുന്നത് പരാതി നൽകിയ യുവതിയും ജനം ടിവി ചാനലുമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചാനലാണ് ജനം ടെലിവിഷൻ. ഒരു കോൺഗ്രസ് MLA കൊടുക്കാൻ കിട്ടിയ അവസരം അത് ഭംഗിയായി ചാനൽ നിറവേറ്റിയതോടെയാണ് രാഹുൽ പ്രതിയാക്കപ്പെട്ടത്. ഇത് പരാതി നൽകിയ യുവതി രാഹുൽ മാങ്കൂട്ടത്തിലിനോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ശബ്ദരേഖയാണ് രാഹുൽ കോടതിയിൽ കൈമാറുന്നത്. പരാതി നൽകാൻ ചാനൽ അധികൃതർ യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ ആരോപിക്കുന്നത്. ഇത് തെളിയിക്കാൻ യുവതിയുടെ ശബ്ദരേഖ തന്റെ പക്കലുണ്ടെന്നും വാദത്തിനിടെ കോടതിയിൽ കേൾപ്പിക്കും എന്നുമാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ രാഹുൽ ബോധിപ്പിച്ചിരിക്കുന്നത്. തനിക്കെതിരെ പരാതി നൽകിയില്ലെങ്കിൽ ജോലിയിൽ തുടരാനാകില്ലെന്ന് ജനം TV മാനേജ്മെന്റ് യുവതിയെ അറിയിച്ചു. ഇക്കാര്യം യുവതി മാസങ്ങൾക്ക് മുൻപേ തന്നെ അറിയിച്ചു. ഇതിന്റെ ശബ്ദ സന്ദേശം ഹാജരാക്കാമെന്നാണ് രാഹുൽ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കാലത്ത് യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയതിലും അസ്വാഭാവികതയുണ്ട്. ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ CPM-BJP ഗൂഢാലോചന വ്യക്തമാകുമെന്നാണ് പാലക്കാട് MLA നിലപാട്. അതിജീവിതയുമായി ഏറെക്കാലമായി തനിക്ക് ബന്ധമുണ്ട്. ഭർത്താവുമൊത്താണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം തനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. CPM-BJP രാഷ്ട്രീയ ബന്ധത്തിന്റെ ഭാഗമായാണ് കേസ് ഉദ്ഭവിച്ചത് എന്നും മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഈ കൂട്ടുകെട്ടിന് തെളിവാണ് തനിക്കെതിരെ പരാതി കൊടുക്കാനുള്ള ജനം TVയുടെ സമ്മർദ്ദവും പിന്നാലെ മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ബോധിപ്പിച്ചതോടെ ഗൂഢാലോചനയുടെ മുഖം മൂടിയാണ് ഒന്നൊന്നായി അഴിഞ്ഞു വീഴുന്നത്. യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യത്തിനായി അഭിഭാഷകന്റെ വഞ്ചിയൂരിലുള്ള ഓഫീസിൽ നേരിട്ടെത്തിയാണ് വക്കാലത്തൊപ്പിട്ടത്. ഗൂഢാലോചനകൾ വ്യക്തമാണെന്നും കേസ് കോടതിയിൽ നിലനിൽക്കില്ലെന്നും മുൻകൂർ ജാമ്യം കിട്ടുമെന്നും അഭിഭാഷകർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നുമുണ്ട്. ഈ ജാമ്യ ഹർജിയിലാണ് ജനം TVക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ യുവതി ജനം TVയിലെ ഉദ്യോഗസ്ഥയാണ്. രാഹുലിനെ പൂട്ടുവാൻ കൂട്ടുനിന്നില്ലെങ്കിൽ യുവതിയുടെ പണി തെറിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞതോടെയാണ് യുവതി മാങ്കൂട്ടത്തിലിന് നേരെ തിരിഞ്ഞത്. ഇത് തെളിവ് സഹിതം പുറത്തുവരുന്നതോടെ BJPയുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്. കേസ് ബുധനാഴ്ച പരിഗണിക്കുമ്പോൾ ഈ മൊഴി ഏറെ നിർണായകമാണ്. രാഹുലിന് ജാമ്യം നിഷേധിക്കാനുള്ള വഴികളൊന്നും കോടതിക്ക് മുന്നിൽ ഇല്ല എന്നതാണ് വസ്തുത.